ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ശുദ്ധീകരണ അനുഭവം പങ്കുവയ്ക്കാനാണ്. നമ്മൾ ശുദ്ധീകരാത്മാക്കളെ കാണുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കുഴപ്പമില്ല, വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പാടില്ല. അത് സത്യമാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അവർ വിശ്വസിക്കും. ഞാൻ ഈ അനുഭവം പങ്കുവയ്ക്കുന്നത് അകലെയുള്ള ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ ആദ്യകാലങ്ങളിൽ ആ കാര്യം പങ്കുവച്ചിരുന്നു നിങ്ങളോട്. ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള നേരിട്ടുള്ള കടയിലേക്ക് ബ്രെഡ് വാങ്ങാൻ പോയപ്പോഴാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നതും അവിടെ അറബി നാട്ടിൽ അവർ കൊണ്ടുപോകുന്നതും അങ്ങനെ അവർ മാലാഖയാണെന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരിക്ക് ശുദ്ധീകരാത്മാക്കളെ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരു സഹോദരിയാണ്. അപ്പം ഇവർ പറയുമായിരുന്നു ഒരു അനുഭവം. ഇവരുടെ വീട്ടിൽ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് കുറച്ച് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവർ നോക്കിയിരുന്നു, കൊച്ചു കുഞ്ഞിനെ. അപ്പോൾ ഇവരുടെ ഭർത്താവ് ഈ കുഞ്ഞിൻ്റെ കൈകളിൽ പിടിച്ച് പുറത്തേക്ക് പോകും. 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. മിഠായി വാങ്ങാനോ അങ്ങനെ പീടികയിലേക്ക് പോകാറുണ്ട്. പിന്നീട് ആ ഫാമിലി ലണ്ടനിലേക്ക് പോയി. അതിനുശേഷമാണ് ഇവരുടെ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അങ്ങനെ അവർ മരിച്ചു. പിന്നീട് ഇപ്പോൾ ഇവർ നാട്ടിലാണ്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ കുട്ടി 6ൽ പഠിക്കുകയാണ്. 6ൽ പഠിക്കുക എന്ന് പറയുമ്പോൾ 6, 5, 11 വയസ്സുണ്ട്. അപ്പോൾ ചെറുപ്പ കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും 5 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഇവർക്കൊരു ഫോൺ വന്നു ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന്. അവർ പറയുകയാണ്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ കുട്ടി ആരുടെയോ കൈ പിടിച്ച് പുറത്തു പോകുന്നത് പോലെ കൈ ഇങ്ങനെ ഒരാളുടെ കൈമിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കൈ പിടിച്ചിങ്ങനെ പോണ പോലെ ഈ കുട്ടി പോവാണത്രേ. അപ്പോൾ ഇവർ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് പറയുകയാണെന്ന്, ഞാൻ പുറത്തേക്ക് പോവാണ്, അങ്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്കി എന്നാണ് അത്ര ഇദ്ദേഹത്തിന് വിളിപ്പേര്, അവർ സ്നേഹം കൊണ്ട് വിളിക്കാറ്. അങ്കി വന്നിട്ടുണ്ടായിരുന്നു, കടയിൽ പോകാനാണ്, ഞാൻ കൈപ്പിടിച്ച് പോകുകയാണെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ ചെറുപ്പത്തിൽ ഈ കുട്ടിയുടെ കൈവിരൽ പിടിച്ച് ഇദ്ദേഹം പോയിരുന്നു. ഇപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെയൊരു ദർശനം കിട്ടുന്നു. അത് ഇദ്ദേഹം ദുരാത്മാവായിട്ടൊന്നുമല്ല, അത് ഓർമ്മപ്പെടുത്താനായിരിക്കും. കാരണം ഈ കുട്ടിയെ അദ്ദേഹം അത്ര സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊടുക്കുന്നു. അതുവഴി മുതിർന്നവർക്കും ഈ ഓർമ്മ കിട്ടുന്നു. നമുക്കറിയാലോ, മരിച്ചു പോയവർ നമ്മളെ അങ്ങനെ അപ്പാടെ മറക്കുന്നില്ല. അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാം. നമ്മുടെ കുടുംബത്തെ അനർത്ഥങ്ങൾ വരുമ്പോൾ അവർ ദുഃഖിക്കുന്നുണ്ട്. അത് പറയോ പഠനങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ പച്ചയായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഒരു വലിയ സഹനം വരണേക്കാൾ മുൻപ് ഇവരൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും. നമ്മൾ വ്യാഖ്യാനം അറിയാണ്ട് വിചാരിക്കും, അതാ മരിച്ചു പോയവരൊക്കെ വന്നിടുന്നുണ്ട്, നമ്മുടെ പെട്ടി പൂട്ടാറായെന്നാണ് തോന്നണേ. അതുപോലെ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എനിക്ക് വലിയ ഉറപ്പുണ്ട്. അമ്മയുടെ മരണമൊക്കെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന അമ്മ മരിക്കും എന്ന സന്ദേശം കിട്ടിയിട്ട് അമ്മയെ ഒരുക്കി വിടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്, മോളെ ഇന്നലെ അപ്പം വന്നിരുന്നു എൻ്റെ അടുത്ത് നിന്ന്. അവനാ അപ്പനൊക്കെ വന്നു, അപ്പോൾ കൊണ്ടുവരായില്ലോ എന്ന് ഞാൻ വെറുതെ അമ്മയുടെ അടുത്ത് തട്ടി വിട്ടു, കാരണം അമ്മ ഒരുങ്ങാൻ വേണ്ടി. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ എന്താ ഒരുങ്ങണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, കരുണയുടെ പ്രാർത്ഥന ചൊല്ലിക്കോ, കർത്താവേ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചോ. അമ്മ അപ്പം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ജിജ്ഞാസയോട് കൂടി നോക്കിയിരുന്നു, ഈ അമ്മ എങ്ങനെയും മരിക്കുക? അമ്മ മരിക്കുമെന്ന് സന്ദേശമുണ്ട്. അമ്മ അത്യാവശ്യം നടന്ന് കറിക്ക് കരിഞ്ഞു തരുന്ന അമ്മയാണ്. പിന്നീടാണ് പെട്ടെന്ന് സോഡിയം കുറഞ്ഞ് ജൂബിലി മെഷീൻ കിടത്തുമ്പോൾ അവിടെ ICUവിൽ അമ്മ ശ്വാസം വലിച്ച് കിടക്കുന്ന സമയത്ത് ICUവിലത്തെ സിസ്റ്റേഴ്സ് വന്നിട്ട് ചോദിച്ചു, ഈ അമ്മാമ്മയുടെ സ്വന്തമായത് വല്ലോ മക്കളും പറ്റിച്ചെടുത്തിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റിക്കാനും അങ്ങനെ ഇതുള്ള സ്വത്തൊന്നുമില്ല, ഞങ്ങൾക്ക് ആദ്യകാരം ആങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ആങ്ങളോടാണ് ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ ചോദിക്കണേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ അമ്മാമ്മ വന്നപ്പോൾ മുതൽ പ്രാർത്ഥിക്കണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വന്തമായെന്ന്. അപ്പോൾ സ്വന്തമായത് എന്തോ പറ്റിച്ചിട്ടുണ്ടെന്ന്.
അപ്പം എൻ്റെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കർത്താവെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങ് അരുവിൽ നയിക്കണമേ, സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരുവിൽ, ആ പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, കരുണ പ്രാർത്ഥന. അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു അത് കരുണ പ്രാർത്ഥനയാണ് അമ്മ ചൊല്ലുന്നതെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇവ നല്ല അനുഭവങ്ങളാണ്, വളരെ സത്യമുള്ള അനുഭവം. കാരണം ഒരു പ്രശ്നമില്ലാത്ത അമ്മ മരിക്കും എന്ന സന്ദേശം കിട്ടി ഞങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. കൊണ്ടുചെന്ന വലിയൊരു വിൻസെൻ്റ് ഇപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അമ്മയ്ക്ക് മരണമാണ് സന്ദേശം. അമ്മ കുഴഞ്ഞു പോയി, സോഡിയം കുറഞ്ഞ് ഓർമ്മയില്ലാതായി പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങളും ദർശനങ്ങളും ഒന്നും തെറ്റല്ല, പലതും ചിലപ്പോൾ സംഭവിക്കാതെ പോയിരിക്കാം, അത് തോന്നലുകളായിരിക്കും ആരുടെയെങ്കിലും. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും, മരണസമയമാകുമ്പോൾ ചിലപ്പോൾ വരും, വേദനകൾ വരുമ്പോൾ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഈ രോഗം കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുൻപ് പതിവില്ലാതെ എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ശുദ്ധീകരാത്മാക്കൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് വരണതെന്ന്. കാരണം ഞാൻ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ ബോധ്യങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർ വരുന്നതായിരിക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കൾ വരും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അതുപോലെ മരിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കുക. എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് പുലർച്ചെ 6 മണി സമയത്താണ് അപ്പം മരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പം കിടന്ന് മരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ചേച്ചിയുടെ മകള്, കുഞ്ഞുമകള് 3 വയസ്സേ ഉള്ളൂ, അന്ന് 3-4 വയസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു, നീ അറിയില്ല എത്ര വയസ്സാണെന്നുള്ളത്, അത്രയും വയസ്സ് പറയാറായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് അവിടെ ഒളിച്ചു കളിക്കുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട്, നീ ആരുടെ അടുത്ത് ഒളിച്ച് കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൗലോസപ്പാപ്പൻ വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഒളിച്ചു കളിക്കണു എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ആ അപ്പാപ്പൻ വരെ ഒളിച്ചു കളിക്കാന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് മരണറിയിപ്പ് ചെല്ലുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ആ കൊച്ചുകുട്ടിക്ക് എന്തറിയാൻ, അതിന് ഉണ്ടാക്കി പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് 6-7 വയസ്സൊക്കെ 5-6 വയസ്സുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ശുദ്ധീകരാത്മാക്കളൊക്കെ വരും, അത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. പിന്നെ പലർക്കും അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ലെന്ന് മാത്രം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. പല മക്കളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശുദ്ധീകരാത്മാക്കളെയൊക്കെ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ പേരെഴുതി ചോദിക്കും, ഇന്ന ആൾ നിങ്ങളുടെ ആരാ, ഇന്ന ആൾ നിങ്ങളുടെ ആരാ. നോക്കുമ്പോൾ അവരുടെ ബന്ധുവായിരിക്കാം, പക്ഷെ ഒരിക്കൽ പോലും അവർ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പ്രാർത്ഥന കിട്ടാനാണ് ഇവരുടെ പേര് വെളിപ്പെടുത്തി ഓരോരുത്തരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാം, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പാപികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.